ഇവര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ മുഴുവൻ ക്യാമറ കാണാം. ഞാൻ പറയാം എന്റെ ചങ്ങാതി ഓടിക്കോ, ഞാൻ കട്ടയ്ക്ക് പിടിച്ചോ. അമ്മാതിരി ആൾക്കാർ വില്ലന്മാരുമാണ്, സ്വഭാവം കൊണ്ട് കുസൃതി കൂടുതലുള്ള ആൾക്കാരാണ്. നീ കേശോട്ട് അഭിനയിക്കുകയാണെങ്കിലേ നമുക്ക് ഉർവശി ചേച്ചിനെ നായികയാക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല ഉർവശി ചേച്ചിയുടെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസൂയാണ്, ഇവരെന്ത് അടിപൊളി ഫ്രണ്ട്ഷിപ്പാണ്, ഇവരുടെ ഇടയിൽ വഴക്കൊന്നും വരില്ലേ? എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാള് എനിക്ക് എടുത്തു പറയാൻ, അതിൽ ഒരാള് നമ്മളെ വിട്ടു പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്കൂറ്റം തന്നെയായിരുന്നു കലാഭവൻ. 2010 കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്ക് പോയിട്ടില്ല. അതാണ് ലാസ്റ്റ് ഷോ. ദിലീപേട്ട, എന്താണ് ആക്ച്വലി തങ്കമണി? ഞാൻ ആദ്യം ഈ ടീച്ചർ ഇതൊന്നും ഇതൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് റിസർച്ച്, നമ്മൾ ഒരുപാടൊന്നുമില്ല എന്നാലും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ പല സ്റ്റോറീസ് ആണ് തങ്കമണി പറ്റി കേൾക്കുന്നത്. ഒറ്റ രാത്രിയും കൊണ്ട് പോലീസുകാരുടെ ക്രൂരതയ്ക്ക് ഇടയാകുന്ന ഒരു ഗ്രാമം, അങ്ങനെ പല പല സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. അപ്പം ആക്ച്വലി എന്താണ് തങ്കമണി? മൊത്തം പറയാൻ പറ്റില്ല എന്നറിയാം. മാർച്ച് 7 സിനിമ ആണ്. എനിക്ക് അറിയായിരുന്നു ഇത് തന്നെ പറയുമായിരുന്നു. അല്ലല്ല, തങ്കമണി എന്ന് പറയുന്നത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ളൊരു ഗ്രാമമാണ്. 1986 ഒരു ബസ്സിൻ്റെ വിഷയത്തിലുണ്ടായിരുന്ന, അതിനെ ബേസ് ചെയ്തുണ്ടായ ഒരു വിഷയമാണ്. അത് പിന്നീട് പല പല പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട അവസാനം പോലീസും നാട്ടുകാരും തമ്മിലുള്ള വിഷയങ്ങളായി. ആ വിഷയത്തിൻ്റെ പുറത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഈഗോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. രണ്ടുപേരുടെ ഈഗോ വളർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന, ആരും വിട്ടുകൊടുക്കാൻ സമ്മതിക്കാണ്ട് വന്നിരിക്കുമ്പോൾ പിന്നെ ആ ഗ്രാമം വല്ലാത്തൊരു വേദനയിലേക്ക് പോയ ഇൻസിഡൻസ് ആയിരുന്നു പിന്നീട് അങ്ങനെ ഉണ്ടായത്. അത് സംഭവിച്ചത് ആ ഒരു രാത്രിയിലാണ്. പിന്നീട് ആ ഒറ്റ രാത്രി കൊണ്ട് തങ്കമണി എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിരുന്നത് ഗ്രാമം കീഴ്മേൽ മറിയ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാൻ അതൊക്കെ വായിച്ചിട്ടുള്ളത് ആ സമയത്തുണ്ടായത്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് പോയി, പുതിയ ഗവൺമെൻറ് വന്നു, അത്രയും വലിയ ഇഷ്യൂ ആയി മാറി. അത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ തങ്കമണി അല്ലെങ്കിൽ കട്ടപ്പന എന്നൊക്കെ പറയുന്നത്, അപ്പം ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ തങ്കമണി എന്നുള്ളത് ഏതോ ഒരു പെൺകുട്ടിയുടെ വിഷയമെന്നൊക്കെ നമ്മൾ അന്നാദ്യം ചിന്തിച്ചത്. പക്ഷെ അതൊരു നാടിൻ്റെ പേരാണെന്നും ഒക്കെ പിന്നീട് പിന്നെ അത്രേ അറിയുള്ളൂ നമ്മൾ. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതിൻ്റെ ആ സംഭവങ്ങളുടെ ഡെപ്തും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായത് സത്യസന്ധമായി പറഞ്ഞാൽ ഈ സിനിമയുമായിട്ട് അടുത്തപ്പോഴാണ്. കാരണം ഈ സിനിമയുടെ സംവിധായകൻ അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യുകയും അതിലനുഭവിച്ച ആൾക്കാരെ, ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് കാണുകയും അതിൽ എൻ്റെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഉള്ള വിഷയങ്ങളെ നിന്നാണ് ഈ കഥ, ഈ സിനിമ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഞാൻ ചെയ്യുന്ന ആബേൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമയിലേക്ക് കടക്കുന്നത്. ഇതിൽ 2 നായികമാരുണ്ട്. ഒന്ന് പ്രണീത, സുഭാഷ്. അവർ തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ സജീവമായിട്ടുള്ളൊരു ഹീറോയിനാണ് അവരും. അതുപോലെ തന്നെ നമ്മുടെ നായികയായ നീത പിള്ളയും ഒക്കെയാണ് ഈ സിനിമയിൽ എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര പ്രാധാന്യമുള്ള സിനിമയാണ്. തങ്കമണിയിലെ കൂട്ടുകാരാണ് ഞങ്ങൾ 2 പേര്. പിന്നെ ജിബിൻ, അസീസും ജിബിനും ഒക്കെ ഇപ്പോൾ സിനിമയിൽ വളരെ സജീവമായിട്ട് വരുന്നതാണ്. പിന്നെ പുതിയതായിട്ട് പരുൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. പിന്നെ അതുപോലെ നമ്മൾ എല്ലാം ഡിഫറെൻറ്റ് കോംബോ ആണ് ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ച്. കാരണം ഇപ്പം ജോൺ വിജയ്, അതുപോലെ തന്നെ സമ്പത്ത് റാം, പിന്നെ കോട്ടയം രമേശേട്ടൻ എൻ്റെ കൂടെ വോയിസ് ഓഫ് സത്യനാഥിൽ അഭിനയിച്ചാണ്. പിന്നെ മനോജ് കെ ജയൻ, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് അറിയാലോ, തുടങ്ങിയിട്ട് ഉള്ളൊരു ഒരുപാട് കഥാപാത്രങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്. അപ്പം അല്ലാതെ ഇതിനകത്ത് പിന്നെ രമ്യ, അതുപോലെ സന്തോഷ്, വേറൊരു ഹീറോ ഇതുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മളോടൊക്കെ ഉള്ള സ്നേഹത്തിൻ്റെ പുറത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത ആളാണ് അജ്മൽ. ഞാൻ അജ്മലും 2 കൺട്രീസിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. ഞാൻ പുള്ളിയുടെ അപരനായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ സിനിമ. അപ്പൊ ഈ സിനിമയിലൂടെ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ കഥ എന്ന ഒരു നല്ല ലവ് സ്റ്റോറിയാണ്. അത് പറയുന്നത് തങ്കമണിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ്. തങ്കമണി ഈ പറയുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് ഇതിന്റെ കഥ.
അതിൻ്റെ സത്യസന്ധത വിടാതെ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു പോയിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്നത്, അതിൽ ജീവിച്ചിരിക്കുന്ന ഒരു അന്നത്തെ ഒരു റിപ്പോർട്ടർ ഉണ്ട്, ഒരു വലിയ പത്രത്തിൻ്റെ, ആ ക്യാരക്ടറാണ് സിദ്ദിഖ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും ഒക്കെ ആയപ്പോൾ അതിനൊരു പ്രസക്തി. കാരണം പ്രത്യേകിച്ച് ഒരു കേരളത്തിൻ്റെ ഭരണത്തെ വരെ തലകീഴ് മറിച്ച ഒരു സംഭവം കൂടി ആകുമ്പോൾ കൂടുതൽ കരുണാകരൻ സർക്കാർ. അപ്പോൾ അതുമൊക്കെ വരുമ്പോൾ ഒരു ചർച്ചകളിൽ വരാവുന്നൊരു സിനിമ തന്നെയാണ്. ചർച്ചകൾ വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഹർജി കൊടുക്കുകയും ഇതൊക്കെ. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ സിനിമ തീർച്ചയായിട്ടും തങ്കമണിക്കാരുടെ അഭിമാനത്തെ ഉയർത്തുന്ന, തങ്കമണിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ഉറപ്പായിട്ടും. ഓക്കെ, സുദേവ് ബ്രോ, ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് എനിവേ. സോ നമ്മൾ തങ്കമണി എന്നുള്ള കഥ നമ്മളിലേക്ക് വരുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഓക്കെ കഥ ഞാൻ ചെയ്യാം എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ആദ്യം കഥ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അർബനായിട്ട് സിറ്റി പോയ ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് കിട്ടണത് എങ്ങനെ കിട്ടുക, ആരാണ് എന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഉള്ളിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അങ്ങനെ കാണിച്ചില്ല. അപ്പം അതൊക്കെ അല്ല, ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് കോംബോ അല്ലേ ദിലീപേട്ടനെ? ദിലീപേട്ടൻ്റെ കൂടെ ഇതിനു മുമ്പ് വേറൊരു പടം ഓൾമോസ്റ്റ് വർക്കൗട്ട് ആയത്, പിന്നെ അതായില്ല. അപ്പം അങ്ങനെ അവസരം ഇതിൽ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കിതിൽ ആദ്യമായിട്ടാണ് മറ്റേ പോളിഷ്ഡ് സ്റ്റൈലൈസ്ഡ് അല്ലാത്ത ഒരു വളരെ റിയലായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലുക്കും കോസ്റ്റ്യൂമൊക്കെ ഡയറക്ടർ ഡിസൈൻ ചെയ്ത് അതിൻ്റെ പറഞ്ഞ രീതിയും എല്ലാം. അപ്പോൾ അത് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ വളരെ ഇൻവാല്യുബിൾ ആണ്. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് എപ്പോഴാണ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി കുറച്ചുകൂടി ഇതുപോലത്തെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് എനിക്ക് അല്ല, ഞങ്ങൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താ ഈ ചേട്ടനെ കാണുമ്പോ തന്നെ ഇപ്പോഴും ഒരു വില്ലൻ ക്യാരക്ടർ ആയിട്ട് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ ആദ്യം വെച്ച സുദേവായി വേറെ മലയാളിയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ചേട്ടന് ഒരു സങ്കടം തോന്നുന്നു എപ്പോഴും ഇങ്ങനെ വില്ലൻ തന്നെ ആയില്ല? അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു സങ്കടം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ എക്സൈറ്റഡ് ആയിരുന്നു, കാണിച്ചില്ല. ഇപ്പൊ അകത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണം, അതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണ്. ദിലീപേട്ടാ, ഇപ്പോ ഈ നമുക്ക് പറഞ്ഞല്ലോ ഒരു തങ്കമണി എന്നുള്ളത് നടന്നൊരു സംഭവമാണ്. അപ്പൊ ഈ നടന്നൊരു സംഭവത്തെ നമ്മൾ സിനിമയാക്കുമ്പോൾ നമുക്ക് കുറേയേറെ ബാധ്യതകൾ ഉണ്ടാവില്ലേ ശരിക്കും? അതിനോട് ആ ഒരു കഥാതന്തുവോട് നീതി പുലർത്തുക. അതുപോലെ തന്നെ അതിൽ ഫിക്ഷന്റെ സാധ്യതകൾ എത്രത്തോളാണ്? അപ്പൊ അത് ചിലപ്പോ അല്ല, ഈ പൂർണ്ണമായിട്ട് റിയൽ സാധനങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ ഇതിൽ സിനിമ വരുമ്പോൾ നാച്ചുറലി കുറച്ച് ഫിക്ഷൻ ആഡാവും. അത് വന്നാൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ലവ് എന്ന് പറയുന്നതിലൂടെയാണ് തങ്കമണിയിലേക്ക് കയറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നേരെ തങ്കമണി എന്ന് പറയുന്നൊരു വിഷയത്തിനെ ബേസ് ചെയ്തല്ല ഇത് പോകുന്നത്. പക്ഷെ പോകും തോറുമാണ് തങ്കമണീനെ നമ്മൾ വലുതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയാണ് നമുക്ക് സ്റ്റോറി ടെല്ലിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. വെച്ചാൽ ഒരു പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാത്. ഇപ്പോൾ അതുപോലെ ഇത് പറഞ്ഞുകൊണ്ടാണ് തങ്കമണി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ആദ്യമായിട്ടല്ല ചർച്ചയാവുന്നത്. ഇതാ സമയമായി എന്ന് പറഞ്ഞ് മുമ്പൊരു സിനിമ ഇത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കഥ കേൾക്കുമ്പോൾ ഇത്തരം റെഫറൻസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആ സിനിമ ഒന്ന് കാണുക. അല്ല, സത്യം പറഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, പുള്ളിയും കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതുകൊണ്ടാണ് പുള്ളിയോട് ചോദിച്ചത്. അന്ന് പിന്നെ ആ സിനിമ നമുക്ക് എങ്ങനെയോ അത് മിസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സിനിമയുടെ രീതികൾ നമുക്കും പിടിയില്ല. ഇനിയിപ്പോൾ എവിടെ പോയി തപ്പി പിടിക്കുക എന്നുള്ളത് നമുക്ക് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയും നമ്മളിപ്പോൾ റിയലായ സംഭവങ്ങളും കുറേ പേരുടെ കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെയാണ് ഈ സിനിമയുടെ കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്.
അല്ലാതെ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോണറിൽ നിർത്തി ഇന്ന റിസർച്ചിലേക്കല്ല പോയേക്കണേ. ഓക്കെ ഓക്കെ. ടോട്ടൽ തങ്കമണി എന്താ ഫേസ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ സാധിക്കും. അല്ല, ഇതിലത്തെ ഡയറക്ടർ രതീഷ് ചേട്ടൻ പറഞ്ഞിരുന്നു തങ്കമണി ഈ മൂവി പിടിക്കുമ്പോൾ ഒറിജിനലായിട്ട് തങ്കമണി വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ പറയുന്നത് ഇപ്പോഴും ആ ഗ്രാമം ആ ട്രോമയിലാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് ഇപ്പൊ ഓർക്കുമ്പോഴും ആ ഒരു ട്രോമ ഓരോരുത്തർക്കും അത് ഫേസ് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ജനറേഷൻ ചിലപ്പോൾ കൊച്ചു കുട്ടികളായിരുന്ന ഒരു ഓർമ്മയിൽ കാണുന്ന ഒരു തങ്കമണി ഉണ്ട് അവരുടെ. അനുഭവിച്ച ആൾക്കാരും അന്ന് ഈ കുട്ടികൾ അനുഭവിച്ചു, പക്ഷെ അവരുടെ അച്ഛനമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ അനുഭവിച്ചതിന്റെ തീവ്രത ഉണ്ടാവില്ല. അതിന്റെ തൊട്ട് ജനറേഷൻ ഇത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇത് ഇങ്ങനെ പല പല കാറ്റഗറിയിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ ഇവരിൽ നിന്ന് കേൾക്കുന്ന സംഭവങ്ങളും ഈ സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ടും അത് ഫേസ് ചെയ്ത ആൾക്കാർക്കും അത് കേട്ടറിഞ്ഞ് തൊട്ടടുത്ത ആൾക്കാർക്കും എല്ലാം ഈ സിനിമ നമ്മൾ അതൊരു കണ്ണു നനയ്ക്കുന്ന കാര്യങ്ങൾ തരും. അവർ ഇതിലൂടെ കടന്നുപോയെന്ന് ഇപ്പോഴും ചിലപ്പോൾ അവർ ഭയപ്പെടോ അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു സീക്വൻസുകൾ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും തങ്കമണി പോയി 4 ദിവസം സ്റ്റേ അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, സംവിധായകനാണ് അവിടെ പോയി സ്റ്റേ ചെയ്യുക, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കും. പിന്നെ അദ്ദേഹം അവിടെ ഇരുന്നാണ് ഇതിലെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് എഴുതാൻ അവിടെ പോയിരുന്നിട്ടാണ് ഇതായിട്ടുള്ളത്. പിന്നെ അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ പത്രത്തിന്റെ ആളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞില്ലേ സിദ്ദിഖ് ചെയ്യുന്നൊക്കെ പറഞ്ഞ റിയൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആ കഥാപാത്രങ്ങളില്ല. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് ഏത് റിയൽ ഇൻസിഡന്റ് സിനിമ ചെയ്യുമ്പോഴും കുറച്ച് സിനിമാറ്റിക് ആഡഡ് ആവും അതിൽ. എന്നാലാണ് ആ സിനിമ ജനങ്ങൾക്ക് എഗേജ്ഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ പ്രണയമുണ്ട്, പാട്ടുണ്ട്, നായകനും നായികയും സാധാരണ സിനിമയിലെ പോലെ പാട്ടും ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇപ്പോൾ ദിലീപേട്ടൻ സിനിമ ഡ്രൈ ആവുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് ദിലീപേട്ടനോട് തന്നെ ആളുകൾ പറഞ്ഞു എന്ന് ദിലീപേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളെ തന്നെ പഴയ സിനിമകൾ കാണാനാണ്. ഇപ്പോൾ സുദീപ് ബ്രോക്ക് ആണെങ്കിലും എനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ദിലീപേട്ടൻ്റെ പഴയ സിനിമകൾ നമ്മൾ ഇന്നും ഇപ്പോൾ കണ്ടാലും വെട്ടമൊക്കെ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയില്ല. അപ്പോൾ ഇത്തരം സിനിമകൾക്ക് ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരിക്കെ നമ്മൾ ഇന്ന് നല്ല സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സിനിമകൾ ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അതിനൊന്നും അന്നത്തെ സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഇല്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ കാണുന്നു, സെക്കൻഡ് ടൈം നമുക്ക് കാണുമ്പോൾ അത് അത്രത്തോളം എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ വെട്ടവും ഈ പറയുന്ന രസികനും അതുപോലെ കല്യാണരാമനും പുലിവാൽ കല്യാണം പോലുള്ള സിനിമകളും നമ്മൾ പാണ്ടിപ്പടയും തുടർച്ചയായിട്ട് അല്ല നോട്ട് ഓൺലി ദിലീപ് മൂവി നമുക്ക് ഇത്തരം പഴയ സിനിമകൾ നമുക്ക് എന്താണ് ഇപ്പോഴും നമുക്ക് കാണാൻ ഒരു ഉന്മേഷവും ഉത്സാഹമൊക്കെ ഉണ്ട്. അതെന്തായിരിക്കും ദിലീപ്? അല്ല, അന്നത്തെ തമാശകളും ഒക്കെ തന്നെയാണ്. പിന്നെ അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ നിങ്ങൾ ഒരുപാട് മനസ്സിൽ ഇഷ്ടപ്പെട്ട താരങ്ങളാണ്, അവരെല്ലാം നമ്മൾ ഇന്ന് വിട്ടുപോയി. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളുണ്ടല്ലോ. അന്നത്തെ കാര്യങ്ങൾ ഇപ്പം എന്ത് റിയലിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ മൊത്തം നാടകീയത പലപ്പോഴും ഉണ്ടാവും. ഈ നാടകീയതയാണ് നമ്മുടെ മനസ്സിൽ കൊളുത്തുന്നത്. ഡ്രാമ എന്ന് പറയുന്ന സാധനം അത് ഇമോഷനോട് കണക്റ്റഡ് ആണ്. അത് എന്തിലാണെങ്കിലും അത് ഉണ്ടാവും. അതല്ലാണ്ട് വെറുതെ പോകുന്ന നമ്മൾ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ അങ്ങനെ പോകുന്ന നമ്മളത് കണ്ടു അങ്ങോട്ട് വിട്ടു എന്നല്ലാതെ അത് കൊളുത്തുന്നില്ല. നമുക്കൊക്കെ ഒരുപാട് നമ്മുടെ സീനിയേഴ്സിനാണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് അങ്ങനെ മനസ്സിൽ നിങ്ങളിപ്പോൾ എടുത്തു പറയുന്ന പോലുള്ള കഥാപാത്രങ്ങൾ മിക്ക ആക്ടേഴ്സിനും ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ചേട്ടൻ, ജയറാം എല്ലാവർക്കും എടുത്ത് പറയാവുന്ന വേഷങ്ങളുണ്ട്. അതുപോലെ എടുത്ത് പറയാവുന്ന വേഷങ്ങൾ ഇപ്പം കുറച്ച് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ സിനിമകൾ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പണ്ട് എഴുത്തുകാരുടെ കോമ്പറ്റീഷൻ, ഈ ഡയറക്ടേഴ്സിന്റെ കോമ്പറ്റീഷൻ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അതിന്റെ സത്യം പറഞ്ഞ അതിന്റെ ഗുണം കിട്ടിയിരുന്ന ആക്ടേഴ്സിനാ. ഇവരുടെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിരുന്ന ആക്ടേഴ്സിനാണ്. അതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപൂർവമായിട്ട് ചില സിനിമകൾ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് വീണ്ടും ജനങ്ങളിലേക്ക് സിനിമ ഇതാവുകയും ജനങ്ങൾ തിയേറ്ററിലേക്ക് വീണ്ടും സജീവമായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. അത് നല്ലൊരു ലക്ഷണമാണ്. അത് നമുക്ക് വലിയൊരു പോസിറ്റീവ്. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് അറ്റൻഷൻ സ്പാൻ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പാനും കുറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കുറവ് സമയം കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ലോഞ്ചിവിറ്റി ഉണ്ടാവില്ല, പറഞ്ഞ പോലെ റിപ്പീറ്റ് വാല്യൂ കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഓഡിയൻസിന് അത് മിസ് ചെയ്യാൻ തുടങ്ങി, റിപ്പീറ്റ് വാല്യൂ ഉള്ള കോണ്ടന്റ്. അപ്പോൾ ക്രിയേറ്റേഴ്സ് പിന്നെയും അതുപോലെ തന്നെ സമയമെടുത്ത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ
പിന്നെന്തോടെ അതിന് വാല്യൂ ഉണ്ട്, അതിന് വാല്യൂ ഉണ്ടെന്ന് അറിയാം. ആ വാല്യൂ ഇപ്പൊ അതന്നെ കണ്ടന്റാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥലം വാങ്ങിക്കണ ഒരു വില എന്ന് പറയുന്ന പോലെ സാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെ അഭിനയിക്കുന്നു അങ്ങനെ നോക്കൽ കുറവാണ് ഇപ്പൊ ഓഡിയൻസ്. ഇപ്പൊ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് സിനിമ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, ന്യൂൻഷോ കഴിയുമ്പോൾ ഏതിനാണ് അഭിപ്രായം അതെ അതെ എന്നുള്ളതിലേക്ക് ആയി തുടങ്ങി. അതെ സത്യം. ഞാൻ വെബ് സീരീസിൻ്റെ ഒക്കെ ഇതിന് പോകുമ്പോൾ അവരുടെ ഫസ്റ്റ് ബ്രീഫ് ആയിരിക്കും നമ്മൾ വിത്തിൻ 10 seconds, ഒരു വലിയ വെബ് സീരീസ് 10 എപ്പിസോഡിൻ്റെ വെബ് സീരീസ് വിത്തിൻ 10 seconds ഓഡിയൻസിനെ ഹുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർ 10 എപ്പിസോഡും കാണില്ല. നമ്മൾ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമ്മൾ പോവാ. നമ്മളിപ്പം മിക്ക ചില സാധനങ്ങൾ നമ്മൾ ഇരുന്ന് വീഴും, ഉയ്യോ 4 മണിയാണ് എന്നൊക്കെ പറയാം, നമ്മൾ അറിയാതെ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതാ കുക്കിംഗ് എലിമെന്റ് ഏതാന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പുറകെ പോയി എനിക്ക് തോന്നുന്നു അവിടെയാണ് ഈ ക്വാളിറ്റി മിസ് ആവുന്ന തുടങ്ങി. നമ്മൾ ഈ ഇനോർഗാനിക് ആയിട്ട് ഉള്ള എലിമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് പക്ഷെ ഇപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ ഓഡിയൻസ് ഒരു തിയേറ്ററിൽ പോകുമ്പോൾ അവർ ആ മൈൻഡ് സെറ്റോട് കൂടി അല്ല ഇപ്പോൾ പോണത്. 10 സെക്കൻഡ് ഹുക്ക് ചെയ്തില്ലെങ്കിൽ അവരതിന് സമയം കൊടുക്കും. നമ്മുടെ അതിന് സ്ലോ ആയിട്ട് ബിൽഡായി ആ സ്ലോ ബിൽഡപ്പ് വരുമ്പോഴാണ് ഈ ഇഫക്റ്റ് വരുന്നത്, നമുക്ക് അത് കൊടുത്തുന്നതും അത് സ്റ്റേ ചെയ്യുന്നതും. അതായത് ഈ ഇമ്മീഡിയറ്റ് ഓരോരോ ഹുക്കിംഗ് പോയിന്റ്സ് കൊടുത്ത് അത് ഇത് പറഞ്ഞ പോലെ വെള്ളത്തിൽ വരവായിരിക്കും പോലെ അത് പോയി പിന്നെ ബിഗ് സ്ക്രീനിലാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, മാറ്റാൻ ഇറങ്ങി പോരാൻ പറ്റില്ല. ഇനി ഇതിൽ രതീഷ് ചേട്ടൻ പറഞ്ഞു ഉടല് മൂവിക്ക് ശേഷം സെക്കൻഡ് മൂവി ആണല്ലോ രതീഷ് ചേട്ടന്റെ, അപ്പൊ അത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദിലീപേട്ടനെ അപ്രോച്ച് ചെയ്തതും. അപ്പൊ ദിലീപേട്ടന് ഈ സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് 200 മീറ്റർ റബ്ബർ തോട്ടത്തിൽ കൂടെ ഓടുന്നതാണ്. അപ്പൊ ദിലീപേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞു, എന്നെ ഇത്രയും ഓടിക്കാനായിരുന്നോ നീ ഇത്രയും വിളിച്ചു വരുത്തിയത്? അപ്പൊ ഫസ്റ്റ് ഷോട്ട് 200 മീറ്റർ ആ ഒരു ഓട്ടം കഴിഞ്ഞു. 200 മീറ്റർ ഓടുന്നതിന് വിഷയമൊന്നുമില്ല, അത് നമ്മൾ ഓടിയിട്ടുണ്ട്. എനിക്ക് സ്പീഡ് എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ തവളോടിയത്. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓടാൻ കിട്ടിയത് നാഷണൽ സ്റ്റേറ്റ് ചാമ്പ്യന്മാര് എന്റെ കൂടെ. ഞാൻ അവരെ വെട്ടിച്ച് ഓടണം അവരോട് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു. അല്ല അഡ്ജസ്റ്റ്മെന്റ് ഒന്നെനിക്ക് വേണ്ടി. അപ്പൊ ഇവര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ മുഴുവൻ ക്യാമറ കാണാം. ഞാൻ പറഞ്ഞ എന്റെ ചങ്ങാതി ഓടിക്കോ, ഞാൻ കട്ടയ്ക്ക് പിടിച്ചോ. അങ്ങനെ ഞാൻ ഓടി. എന്റെ ദൈവമേ, രാവിലെ കോമഡി എന്തുണ്ടായെന്നറിയോ? രാവിലെ 8 മണിക്ക് തുടങ്ങും. 6-7 മണിയാകുമ്പോഴേക്കും നമ്മൾ വന്ന് ഒക്കെ റെഡിയായി 8 മണിക്ക് എല്ലാം ഇതാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഓടണം. വൈകുന്നേരം 6 മണി ലൈറ്റ് പോണവരെ ഓട്ടം തന്നെ എടുക്കണേ, ഇത്ര ഓടണ്ടേ. അപ്പൊ എന്താ സംബന്ധിച്ച് നമുക്ക് പിന്നെ രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയ വൈകുന്നേരം വരെ ഓട്ടമാണെങ്കിൽ ഓട്ടം, മറ്റാണ് മറിച്ചാണ്. അവരെ സംബന്ധിച്ച് കുറച്ച് നേരം അവർ പ്രാക്ടീസ് ചെയ്യണം. ഇത് അവര് 6 to 7 അല്ലെങ്കിൽ 8 ഭയങ്കര പ്രാക്ടീസ്. അത് കഴിഞ്ഞ് ഇവർക്ക് റേസ് പറഞ്ഞാൽ അവർക്ക് അത്ര സമയമുള്ളൂ. സോറി, ഇവര് രാവിലെ ഓടി ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും ഇവര് വരുമ്പോഴും നമ്മൾ മറ്റേ സെയിലായതുകൊണ്ട് ഓട് തന്നെ. അങ്ങനെ ഈ സ്പൈക്സ് ഒക്കെ ഇട്ടിട്ട് ഇവർ വച്ച് കയറല്ലേ. എന്നിട്ട് 4ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് മസിലൊക്കെ കയറിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ. അതുകൊണ്ട് എന്റെ ഹീറോസ് എന്ന് പറഞ്ഞാൽ ഈ കളിക്കണവരും അത്ലറ്റുകളൊക്കെ തന്നെയാണ്. ഫുട്ബോൾ കളിക്കണമാരും ക്രിക്കറ്റ് കളിക്കണമാരൊക്കെ ശരിക്കും റിയൽ ഹീറോസ് അല്ലേ, സത്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൊത്തിയിരുന്ന് ഇതാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇതാണ്, റിയൽ ആട്ടി ഉള്ള കളി. നമുക്കാണെങ്കിൽ ആ കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ കിട്ടും. നമ്മുടെ ഷൂട്ടിങ്ങിൽ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും സംഭവിക്കാന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ ചില റിസ്ക് ഫാക്ടർ നമ്മുടെ കൂടുതലാണ്. നമ്മുടെ ബോഡി വാമാവും കൂടാവും, വാമാവും കൂടാവും. വാമായ ഒരു പോക്കാണ് അത്. അതാണ് 3ാമത്തെ 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും മസിൽ പിടിക്കാനൊക്കെ പറയുന്നത്. ഈ അത് നമ്മുടെ ജോബ് ആക്ച്വലി ഹാർഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്പീഡിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ദിലീപിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ചാന്ത് വിട്ടു പോലെ, മായാമോഹിനി പോലെ, പഞ്ചാബി ഹൗസിലെ ഉമ്മയെ പോലെ, അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞിക്കൂനൻ പോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ആളുകൾ ഒരുപാട് നിരീക്ഷണ ബോധം ആവശ്യം ഉണ്ടാവില്ലേ? അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുക? ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ വെറൈറ്റിയാണ്, അപ്പോൾ ഞാൻ ഇത്തരം ആളുകളെ നോക്കുക, അത് എങ്ങനെയാണ് അത് ഔട്ട് ചെയ്തെടുക്കുക? അതങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ
ഇപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിക്കുനെന്ന് പറഞ്ഞാൽ ഞാൻ ഹാൻഡിക്യാപ്ഡ് അങ്ങനത്തെ ഉള്ള 5-6 പേരെ അവരറിയാതെ ഫോളോ ചെയ്ത് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു കുഞ്ഞിക്കുഞ്ഞിനെ. ഓക്കെ. മനസ്സിലായില്ല? അത് ചില ആൾക്കാർ ഉണ്ട്, അവർക്ക് കാലിനൊന്നും ഒരു കുഴപ്പമില്ല, കയ്യിന് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ അവരെങ്ങനെ സോഡ പൊട്ടിക്കണേ ഇതൊക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. ചില ആൾക്കാർ ഇങ്ങനെയാണ്. അന്നൊക്കെ ഈ കൂടുതൽ STD ബൂത്തൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ഹാൻഡിക്യാപ്ഡ് സെക്ഷനൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതൽ. ഇമാതിരി ആൾക്കാർ വില്ലന്മാരുമാണ്, സ്വഭാവം കൊണ്ട് കുസൃതി കൂടുതലുള്ള ആൾക്കാരാണ്. മനസ്സിലായി? പക്ഷെ അവർ എല്ലാ മേഖലയിലെ ആൾക്കാരുടെ കൂടുമായിട്ട് ഇതായിട്ട് പോവാ, അവർ പാവങ്ങളെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അത് പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെ എൻജോയ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രങ്ങളാണ് കേശു വീടിന്റെ നാഥൻ. നമ്മൾ എൻജോയ് ചെയ്ത ഒരു കേശുവിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ആ ഒരു എങ്ങനെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണോ? കേശുവിൽ ശരിക്കും കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ആദ്യം നമുക്കിത് സുരാജിനെ വെച്ച് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചർച്ചയൊക്കെ ചെയ്ത് നമുക്ക് ഓക്കെ. കാരണം അതിന് മുമ്പ് സുരാജ് ഇങ്ങനെ ഏജ്ഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളായി. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഒന്ന് ആദ്യം ആ അലൻസിയറേറ്റിനെ വെച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യമാണ്. നമ്മളെന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ചോദിച്ചത്, ആയിഷ കേശോട് ഞാൻ അഭിനയിച്ച കുഴപ്പമില്ല എന്ന് ചോദിച്ചു. നീയാ എന്താ പറഞ്ഞു? അല്ലടാ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കണം, നമ്മൾ വേറെ ഒരു രൂപത്തിൽ ചെയ്തു ഒക്കെ എങ്ങനെ ഉണ്ടാവും. നീ കേശോട്ട് അഭിനയിക്കുകയാണെങ്കിലേ നമുക്ക് ഉർവശേച്ചിനെ നായികയാക്കാം. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല ഉർവശി ചേച്ചിയുടെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. കാരണം നമ്മുടെ സീനിയർ ആക്ട്രസ് ആണ്. ഞാൻ പറഞ്ഞു, ചേച്ചി സമ്മതിക്കുമോ? ചേച്ചിയോട് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ചേച്ചിയോട്, ചേച്ചി ഒരു കഥയുണ്ടോ വെറുതെ ഒന്ന് കേട്ടു നോക്കുമെന്ന്. ചേച്ചി പറഞ്ഞു ഞാൻ ചെയ്യുന്നു. പിന്നീട് കാരണം നമ്മുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര രസമായിട്ട് ചേച്ചിയും അതിൻ്റെ കൂടെ കട്ടക്കി നിൽക്കുക എന്ന് പറയില്ലേ, മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും. അല്ല, ഇത് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ നാദിർഷനെ ഇന്റർവ്യൂ ചെയ്തപ്പം ഞാൻ ഇക്കയോട് ചോദിച്ചു, ഇക്ക ഈ വിസിബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ രണ്ടുപേരുടേത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസൂയാണ്, ഇവരെന്ത് അടിപൊളി ഫ്രണ്ട്ഷിപ്പാണ്, ഇവരുടെ ഇടയിൽ വഴക്കൊന്നും വരില്ലേ, എന്താ ഈഗോ ക്ലാഷ് ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഇക്ക പറയാം, എൻ്റെ പൊന്നുമോളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് നീങ്ങിക്കോട്ടെ, ഇതുവരെ കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവും പക്ഷെ രാത്രി പറഞ്ഞ് തീർത്ത് അല്ലെങ്കിൽ വിളിക്കും, എന്താണ് പ്രശ്നം പറയടാ എന്നൊക്കെ പറഞ്ഞ് ദിലീപേട്ടൻ വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ മൂവിയിലും ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്. ഇപ്പൊ കേശുവിന്റെ അല്ല അല്ലടാ അത് ചിലത് സഖി കെട്ട മാത്രമേ അവൻ ബേസ്റ്റ് ഔട്ട് ആവുള്ളൂ. ഞാൻ എന്തിനാണ് അവരുടെ അടുത്ത് പോയിട്ട് നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ ചൂടാവും. ഇവിടെ അവരെങ്ങനെ ഇതായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവനെ അല്ലാതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ വളരെ സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ മെക്കിട്ട് കയറുകയാണെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും. കുറേ കഴിയുമ്പോൾ ഞാൻ പറയും, എടാ അത് ഇതാടാ മാറ്റർ. അപ്പോൾ അത് ഒന്ന് താഴേക്കുമ്പോൾ അതിങ്ങനെ കരഞ്ഞ് ഞങ്ങളിങ്ങനെ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങൾ കണക്കുകൾ പറയാറില്ല, കണക്കുകൾ ചോദിക്കാറില്ല. അങ്ങനെ അതിൻ്റെ വഴിക്ക് എല്ലാം ഒന്നെന്ന് പറയണം. അങ്ങനെ മീൻസ് അങ്ങനെയുള്ളൊരു ചെറുപ്പം തുടങ്ങി അങ്ങനെ വന്നിട്ടുള്ളൊരു ഫാമിലീസ് എല്ലാം അങ്ങോട്ടാണ്. ഇവിടെ നമ്മൾ അത്രയും അവൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സഹോദരങ്ങളായിട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സ്വപ്നമാണ് അവൻ സംവിധായകനാവണം എന്നുള്ളത്. അപ്പോൾ ഒരു കാലത്ത് ഞാൻ അവൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവൻ്റെ മിടുക്ക് തന്നെയാണ് എല്ലാ തരത്തിലും. ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലായാലും എല്ലാത്തിലും അവന് തുടക്കകാലത്ത് സംസാരിക്കുമ്പോൾ വിക്കൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ അവൻ തന്നെ കവർ ചെയ്ത് സംസാരത്തിലാണെങ്കിലും എല്ലാത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാൾ എനിക്ക് എടുത്തു പറയാനില്ല. അതിൽ ഒരാൾ നമ്മളെ വിട്ടു പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്കൂറ്റം തന്നെയായിരുന്നു കലാഭവൻ മണി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് ഞങ്ങളെ രണ്ടുപേരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് എവിടെയും ഷോസ് പോവുകയും എൻ്റെ എല്ലാ ബിഗ് ഷോയിൽ മണി ഉണ്ടാവും. 2017 ഷോയ്ക്ക് മാത്രമാണ്. 2010 കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്ക് പോയിട്ടില്ല. അതാണ് ലാസ്റ്റ് ഷോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞപ്പോഴേക്കും മണിയും വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ സിൻസിയറാണ്.
ചില ഫ്രണ്ട്സ് വേറെ തരത്തിൽ പെരുമാറുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ കുഴപ്പമാണ്. ഞാൻ 100% സിൻസിയറായിട്ട് തന്നെയാണ് ഏതൊരാളോട് ഇടപെടുന്നതും പഴകുന്നതും ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈനലി നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തങ്കമണി എന്നുള്ളൊരു സിനിമ ആളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ അതെ, ദിലീപേട്ടൻ. ഇപ്പൊ ദിലീപേട്ടൻ്റെ ഒപ്പം അപ്പുറം ഇപ്പുറം നിന്നതാണ് സലീം കുമാർ ഏട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും. ഏത് മൂവിയിലും നിങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കരമാണ്. ഇപ്പൊ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ മോനും സിനിമയിൽ സജീവമാണ്. സലീം കുമാർ ഏട്ടന്റെ മഞ്ഞുമൽ ബോയ്സിലൂടെ ഒക്കെ ചന്തു നമ്മളെ ഞെട്ടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മീനാക്ഷി ഉടനെ തന്നെ ഉണ്ടാവുമോ വരുമോ എന്നൊരു ചോദ്യം. മീനാക്ഷി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBBS കഴിഞ്ഞ അവൾ അവസാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണു. നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ, എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ മുകളിലിരിക്കുന്ന ഒരാൾ. ഓരോരുത്തരും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, അവളുടേതായ ഒരു ലോകം ഉണ്ടാക്കി പോകുന്നു. പക്ഷെ മീനാക്ഷി എന്തിട്ടാലും വയറില്ല. മീനാക്ഷി പോലും അറിയുന്നില്ല. മീനാക്ഷിയുടെ ഒരു തല വന്ന പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഫുൾ ടൈം പിന്നെ മീനാക്ഷിയുടെ വീഡിയോസും കാര്യങ്ങളാണ്. മീനാക്ഷി എനിക്ക് തോന്നുന്നു സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളെ ആദ്യം സ്നേഹിച്ച ആൾക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. അതെ, സത്യം. മീനാക്ഷിയോട് ഒരു പ്രത്യേക സ്നേഹമാണ് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദിലീപേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ഓരോ വീഡിയോ അവള് ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവള് തന്നെ കമ്പോസ് ചെയ്ത് അവള് തന്നെ ഡാൻസ് ഇടുന്നു. അത് ചില അച്ഛാ ഞാനിങ്ങനെ ഒരു സാധനം മോള് ഇട്ട് നോക്കിയാൽ നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവളത് ഇടും. അപ്പൊ ചിലപ്പോൾ അതെനിക്ക് അയച്ചു തരും. ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇതായിട്ട് പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് വലിയ സന്തോഷം. എന്തായാലും മക്കളുടെ സന്തോഷമാണ് ഏതൊരു അച്ഛനമ്മയ്ക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ തങ്കമണി എന്നുള്ളൊരു സിനിമ നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് തിയേറ്ററിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ശരി, മാർച്ച് 7 സിനിമ വരികയാണ്. നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. ഞങ്ങൾ വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരവ് മുടക്കരുത്. ആ കൂട്ടത്തിൽ ഇതിനെ ഒന്ന് പരിഗണിക്കുക, പാസ്സാക്കി വിടുക. അതൊക്കെയാണ് അപേക്ഷ. അതന്നെ, ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത കുറേ ആൾക്കാരുടെ ഇതിൽ എഫേർട്ടുള്ള ഒരു പടമാണ്. അതുമാത്രമല്ല, ഒരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഇൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് ഓഡിയൻസിനും അതിൻ്റെ ഒരു വാല്യൂ തീർച്ചയായും കിട്ടും പടം കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാം, പടം വിജയിപ്പിക്കുക. അപ്പോൾ എന്തായാലും വൻ വിജയമാവട്ടെ. അതെ, ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു. അപ്പൊ March 7 ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.